അപ്പോൾ ഗൈസ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ആയിട്ടാണ്. ഇത് കുറച്ച് സീരിയസുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ കാണാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വെക്കോ. സ്കിപ്പ് ചെയ്ത് പോകുന്നവരെല്ലാമായിരിക്കും അക്കൗണ്ട് ഡീൽ ചെയ്യുന്നവന്മാരാണെങ്കിൽ സ്കാമും കിട്ടി മുഞ്ചി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നേരത്തെ പറയാം. ഇപ്പോൾ ഞാൻ അവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പഴയ അക്കൗണ്ടാണ്, ഞാൻ പണ്ട് കളിച്ചു തുടങ്ങിയൊരു അക്കൗണ്ടാണ്. ഇതിൽ വലിയ കാശനും കുഴപ്പമൊന്നുമില്ല. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ ഇവിടെ അക്കൗണ്ട് ആൻഡ് ഇത് കുന്ത്രാണ്ടോന്ന് പറഞ്ഞാണ്. തൊട്ട് മുകളിൽ ബൈൻഡ് എന്ന് പറഞ്ഞൊരു കോപ്പ് വെച്ചിട്ടില്ലേ, ഗരീന ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വലിയ പട്ടിത്തരാണിത്. എന്ന് വെച്ചാൽ അക്കൗണ്ട് സെയിലോ എക്സ്ചേഞ്ചോ ചെയ്യുന്നവർക്കും, അല്ലെങ്കിൽ അക്കൗണ്ട് ഈ ഇപ്പം കിടക്കുന്ന ഇമെയിലിൽ നിന്ന് വേറൊരു ഇമെയിലോട്ട് മാറ്റണമെന്ന് താല്പര്യമുള്ളവർക്ക് ദിസ് എ ഗുഡ് ഓപ്ഷൻ. ബട്ട് സെയിലടിക്കുന്നതോ എക്സ്ചേഞ്ച് അടിക്കുന്നവർക്കോ കിട്ടുന്ന ഏറ്റവും വലിയ പൊളപ്പൈ ഒരു മാരത്തെ പരിപാടിയായിരിക്കും ഇത്. ഈ ബൈൻഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു ഇമെയിൽ എൻ്റർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഏതൊരു ഇമെയിൽ എൻ്റർ ചെയ്ത് കൊടുത്ത്, എവിടെ ഒരു ഇമെയിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് ഈ എൻ്റർ ചെയ്ത ഇമെയിലോട്ട് ഒരു കോഡ് അയക്കും. ഈ കോഡ് എടുത്ത് നമ്മളിതിൽ അടിച്ചു കഴിഞ്ഞാൽ കോഡ് വെരിഫൈ ചെയ്യാം. കോഡ് വെരിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പിൻ അടിക്കാൻ പറയും. ഒരു 4 അക്ക പിൻ, ജസ്റ്റ് ഫോർ ആ പിന്ന് നിങ്ങൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം വെരിഫൈ കൊടുക്കാൻ പറയും. ഒരു ഫോട്ടോ എടുക്കാൻ പറയും. ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് നിങ്ങളിതെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ സ്റ്റെപ്പ് സെക്യൂരിറ്റി നിങ്ങളുടെ ഇതിൽ ആക്റ്റീവ് ആവും. പിന്നെ ഇത് 14 ദിവസത്തേക്ക് കാണും. 14 ദിവസം കഴിഞ്ഞ പിന്നെ നിങ്ങളുടെ ആര് വിചാരിച്ചാലും ഈ അക്കൗണ്ട് ഇത് ആഡ് ചെയ്ത് വെച്ചവനല്ലാതെ ആര് വിചാരിച്ചാലും മുത്തേ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ഫെയിൽ അടിക്കുവാണെങ്കിലും അവൻ ഈ അക്കൗണ്ട് നൈസിന് വലിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇത് ഞാൻ ഇപ്പോൾ അവിടെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ അക്കൗണ്ട് ലോഗൗട്ട് അടിച്ച് നമ്മൾ കയറുമ്പോൾ ഇവിടെ തൊട്ട് മുകളിലായിട്ട് ഇവിടെ മാറിയില്ല, ഇവിടെ തൊട്ട് മുകളിലായിട്ട് കണ്ട അക്കൗണ്ടിൻ്റെ സാമാനം കാണും. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കാണിച്ചാണ് റിക്കവറി ഇമെയിൽ. ഇത് ഗോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമെയിൽ നമ്മൾ നേരത്തെ വെരിഫൈ ചെയ്ത ആ ഇമെയിൽ അടിക്കാൻ വരും. ആ ഇമെയിൽ അടിച്ച് ഈ താഴെ കിടക്കുന്ന വെരിഫിക്കേഷൻ കോഡിൽ കോഡ് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇമെയിൽ നമ്മൾ വെരിഫൈ ചെയ്ത ഇമെയിൽ ഇവിടെ കൊടുത്തിട്ട് സെൻഡിൻ്റെ ഓപ്ഷൻ കൊടുത്താൽ ആ ഇമെയിലിൽ കോഡ് വരും. എന്ന് വെച്ചാൽ 14 ദിവസം കഴിഞ്ഞ് ഇത് വെരിഫൈ ആയിട്ടൊക്കെ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ കോഡ് എടുത്ത് നിങ്ങളിവിടെ കൊടുത്ത് വെരിഫൈ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കാണിച്ച പോലെ 1 ബൈൻഡ് ചെയ്യാൻ വരും. ഇപ്പോൾ ഇവിടെ ഈ അക്കൗണ്ട് ഇൻഫർമേഷൻ കൊടുത്തേക്കുന്നില്ലേ, ഇതിൽ 1 ബൈൻഡ് ചെയ്യാൻ വരും. ബൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കോ ആപ്പിളോ ഗൂഗിളോ ട്വിറ്ററോ വികെയോ ഏത് വേണേൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങളുടെ ഈ ഇമെയിലിൽ ഒരിതും കാണത്തില്ല. നിങ്ങൾ പിന്നെ നിങ്ങളുടെ ആ ഇമെയിൽ ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ, അതായത് ഫ്രീ ഫയർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ ന്യൂബ് അക്കൗണ്ട് ആയിരിക്കും കാണിക്കുക. പിന്നെ നിങ്ങൾ ഏത് ഇമെയിലാണോ ഇതിപ്പോൾ ബൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഇമെയിലിലോട്ട് ഇത് വരും. അക്കൗണ്ട് ട്രാൻസ്ഫർ ആവും. ഓക്കെ, അതാണ് സംഭവം. ഈ സാധനം വെച്ചേക്കുന്നത് കൊണ്ട് ഇപ്പോൾ അക്കൗണ്ട് സെയിലിങ്ങോ കാര്യത്തിനോ നല്ല ബേജാറായിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മളിപ്പോൾ ഈ അക്കൗണ്ട് നമ്മൾ സെയിൽ അടിച്ചെന്ന് വെച്ചോ, സെയിൽ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ യവന്മാർ വന്നിട്ട് ഇങ്ങനത്തെ തൻ്റെ പരിപാടി കാണിക്കുകയാണ്. ഒരു നാണവമാനം ഇല്ലാത്ത പരിപാടിയാണ് ഈ കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അക്കൗണ്ട് ഒരു പയ്യന് നമ്മളിതിപ്പോൾ വിറ്റ് ഡീൽ നടത്തി കഴിയുമ്പം ആ പയ്യ അക്കൗണ്ടിൽ കയറുമ്പോൾ ന്യൂബ് അക്കൗണ്ട് ആയിരിക്കും വരുന്നത്. കാരണം നമ്മൾ ഈ സംഭവം ഈ സാമാനം വെച്ചിട്ട് ഈ ഇമെയിൽ കൊടുത്ത് വെരിഫിക്കേഷൻ കോഡ് സെൻഡ് അടിച്ചിട്ട് ഇവന്മാർ പുതിയത്, അതായത് ആ അക്കൗണ്ടിലുള്ള ആ ഇമെയിലിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രീ ഫയർ അക്കൗണ്ട് വേറൊരു പുതിയ ഇമെയിലോട്ട് അവന്മാർ മാറ്റി അങ്ങ് വലിപ്പിക്കും. അതാണ് അവന്മാരെ പുതിയൊരു ഉണ്ടാക്കിയ സംഭവം ഇതിപ്പോൾ. അതുകൊണ്ട് മിനിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും നോക്കുക. ഈ വീഡിയോ അറിയാമെന്നുള്ളവർ ബാക്കിയുള്ളവർക്കും കൂടെ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ വലിപ്പിക്കാതെ നിങ്ങൾ രീതി ഒന്ന് പറഞ്ഞ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞൊന്ന് സെറ്റാക്കി വയ്ക്കാൻ നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടിരുന്ന എല്ലാവർക്കും നമോ ഭാഗം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാനും സബ് അടിക്കാനും കൂടെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും നോക്കുക. ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. അറിഞ്ഞുകൂടാത്തവർ മാത്രം ഇത് കണ്ടാൽ മതി, അറിയാമെന്നുള്ളവർ ജസ്റ്റ് സ്കിപ്പ് അടിച്ച് പോയാൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബിരിക് സൈനിങ് ഔട്ട്.